الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അടുത്ത കുടുംബങ്ങൾ, അവരുമായി നമുക്കുള്ള കടപ്പാടുകൾ, ബാധ്യതകൾ, വിശാലമായ കുടുംബ ബന്ധത്തെക്കുറിച്ച് ഒരു ഖുതുബയിൽ പണ്ടെപ്പോഴോ വിവരിച്ചിട്ടുണ്ട്. കുടുംബബന്ധം അറ്റുപോയ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വിശാലമായ കുടുംബബന്ധം ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോഴും കേൾക്കുമ്പോഴും അതങ്ങ് ഉൾക്കൊള്ളുവാനോ കർമ്മജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ കഴിയാത്ത വിധം കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോയിരിക്കുന്നു. ഈ ലോകത്ത് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും കാരണം കുടുംബ ബന്ധങ്ങൾ അറ്റുപോയതാണ് എന്ന് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകൾ വലിയ ഗൗരവത്തിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ് കുടുംബബന്ധം. അത് അറ്റുപോവുക എന്നത് ഇസ്ലാമിന് വിഭാവന ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും മക്കളും മാത്രം ഒതുങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുള്ളൂ. കയറി വന്നാൽ മാതാപിതാക്കളും കൂടി അനിവാര്യമായതുകൊണ്ട് ചിലപ്പോൾ കൂടെ നിർത്താൻ നമ്മൾ നിർബന്ധിതരാകും. അതും വേറെ ഒരു ജ്യേഷ്ഠനോ അനുജനോ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് തള്ളിവിടാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നമുക്ക് ഇഷ്ടം. ഉമ്മാനെയും ബാപ്പാനെയും നോക്കുന്ന കാര്യം പോലും അത് അനുജനോ ജ്യേഷ്ഠനോ ഏറ്റെടുക്കുന്നതായിരിക്കും നമുക്കിഷ്ടം. കുടുംബം എന്നത്
സ്വന്തം ഭാര്യയിലും മക്കളിലും മാത്രം ഒതുങ്ങി മറ്റെല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയ ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത്. ഖുർആൻ ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നതൊക്കെ കുടുംബങ്ങളോടുള്ള ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹക്ക് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിന് ഒരു പരിഭാഷ പറയേണ്ടതില്ലാത്ത വിധം എല്ലാ മലയാളികൾക്കും മനസ്സിലാകുന്ന സംഗതിയാണ്. ഹക്കും ബാത്തിലും എന്ന് പറയാറുണ്ട് എല്ലാവരും. സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഒതുക്കിയാണ് നമ്മൾ പറയാറുള്ളത് എങ്കിലും ഹക്ക് ബാത്തിൽ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ മലയാളിക്ക് പരിചയമുള്ള ഒരു അറബി മലയാളമാണ്. അല്ലാഹു ഖുർആനിൽ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അധികവും ഹക്ക് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാതിദൽ ഖുർബ ഹക്കഹു, ബന്ധുക്കൾക്ക് അവരുടെ ഹക്ക് നൽകണം. ഹക്ക് നൽകണം, അവരുടെ അവകാശമാണത്. അത് കൊടുക്കണം. ആരാണ് ഈ ഖുർബ എന്ന് പറയുന്നതിൽ പെടുക? ഭാര്യയും മാതാപിതാക്കളും മക്കളും തീർച്ചയായും അതിൽ പെടുമെന്ന് നമുക്ക് തർക്കമില്ല. പക്ഷെ അതിനപ്പുറം നമ്മുടെ കുടുംബങ്ങൾ ഒരുപാട് വിശാലമാണ്. നാം ആരോടെല്ലാം ബന്ധം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ അവരൊക്കെ, നാം ആരോടെല്ലാം ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടോ അവരൊക്കെ ആ കറാമത്തിൽ പെടുമെന്നാണ് പറയുന്നത്. എല്ലാവരുടെയും ബന്ധം അതാണ്. ആ നിലയിലാണ് ആവേണ്ടത്. എന്റെ ജ്യേഷ്ഠന്മാര്, അനുജന്മാര്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്റെ സഹോദരിമാരും, പിന്നെ മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാരും, അങ്ങനെ വികസിച്ചു പോകുന്നു ആ കുടുംബം. ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ദാനധർമ്മം വീതിച്ചു കൊടുക്കുന്നത് പോലും കുടുംബ ബന്ധത്തിന് താറുമാറ് സംഭവിക്കുമെന്നതുകൊണ്ട് പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് ലോകത്ത് നാശമുണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ആ കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ശൈലി സ്വീകരിച്ചതായി നമുക്ക് കാണാം. വല്ലദീ ബഅസനീ ബിൽ ഹഖ്, ഈ സത്യസന്ദേശവുമായി എന്നെ നിയോഗിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വളരെ ചുരുക്കം സന്ദർഭങ്ങളിലാണ് അല്ലാഹുവിന്റെ റസൂല് സത്യം ചെയ്യാറുള്ളത്. വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും അങ്ങനെ പറയുക. ചിലപ്പോൾ വല്ലദീ നഫ്സീ ബിയദിഹി എന്ന് പറയും. എന്നെ ആരാണോ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവനാണ് സത്യം. വല്ലദീ ബഅസനീ ബിൽ ഹഖ്, ഈ സത്യത്തിന്റെ സന്ദേശവുമായി എന്നെ നിയോഗിച്ചതാരാണോ അവനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. ലാ യഖ്ബലുല്ലാഹു സദഖത മിൻ റജുലിൻ വഇൻദഹു ഖറാബത്തുൻ മഹ്താജൂന ലിസദഖതി, ഒരാളുടെയും സദഖ അല്ലാഹു സ്വീകരിക്കുകയില്ല. ധർമ്മം വഇൻദഹു ഖറാബത്തുൻ മഹ്താജൂന ലിസദഖതിഹി, ഇവന്റെ ഈ ദാനധർമ്മം ആവശ്യമുണ്ട് അവന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് എങ്കിൽ ഈ ദാനധർമ്മം കിട്ടണമെന്ന ആഗ്രഹവും ആവശ്യവുമുള്ള, ആഗ്രഹം പോലെ ആവശ്യമുള്ള ആളുകൾ തന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അത് കൊടുക്കാതെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നു. എന്നാൽ ഈ സത്യസന്ദേശവുമായി എന്നെ അയച്ച അല്ലാഹുവാണ് സത്യം, ആ സദഖ അല്ലാഹു സ്വീകരിക്കുകയില്ല. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണല്ലോ അത്. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ആവശ്യമുണ്ട്, പക്ഷെ അവർക്ക് നൽകാതെ മറ്റുള്ളവർക്ക് നൽകുന്നു ഞാൻ. ആ നൽകുന്നത് അല്ലാഹുവിൽ നിന്ന് പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടോ ആയിരിക്കുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. തന്റെ കുടുംബത്തിൽ തന്റെ ജ്യേഷ്ഠൻ അനുജന്മാരുടെ മക്കൾക്ക് കൊടുത്താൽ
മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാർക്കിടയിൽ വിതരണം ചെയ്താൽ, അതേപോലെ മറ്റ് അടുത്ത കുടുംബങ്ങളിൽ കൊടുത്താൽ പൊതുജനങ്ങൾ ഇവനൊരു ധർമ്മിഷ്ഠനാണ് എന്ന് മനസ്സിലാക്കുകയില്ലല്ലോ. പൊതുജനങ്ങൾക്കിടയിൽ താൻ ഒരു വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മറ്റുള്ളവർക്കിടയിൽ വിതരണം ചെയ്യുന്നു. അതേസമയത്ത് അവന്റെ കൊച്ചുമ്മയും മൂത്തമ്മയും, അവന്റെ കൊച്ചാപ്പയും മൂത്താപ്പയും, അവന്റെ സഹോദരന്മാരും സഹോദരിമാരും, അവരുടെ കുഞ്ഞുങ്ങളും, അവന്റെ ഇളയമയും മൂത്തമ്മയും അമ്മോനും അമ്മായിയുമൊക്കെ, അവരുടെ മക്കളുമൊക്കെ ഇല്ലായ്മ കൊണ്ട് വല്ലായ്മ കൊണ്ട് വേദനിക്കുന്നു. അവർക്കത് കൊണ്ടേ കൊടുത്താൽ നാട്ടുകാരുടെ മുമ്പിൽ താനൊരു വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് അറിയപ്പെടാത്തത് കൊണ്ട് അവർക്ക് കൊടുക്കാതെ നാലാള് കാണത്തക്ക നിലയിൽ വിതരണം ചെയ്യുന്ന മനസ്സ്, അത് പഠിച്ചവന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതല്ലാത്തതിനാലാണ് അള്ളാഹുവിന്റെ റസൂല് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. എന്റെ നഫ്സ് ആരുടെ പിടിയിലാണോ അവരാണ് സത്യം. അള്ളാഹു സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നോട്ടം അവർക്ക് നേരെ നോക്കുകയില്ല എന്നും ആ ഹദീസിന്റെ അവസാനം പറയും. രണ്ട് സത്യമാണ്. ഒരു കാര്യം പറയുമ്പോൾ പ്രവാചകൻ രണ്ട് രീതിയിൽ സത്യം ചെയ്യുകയാണ്. സത്യസന്ദേശവുമായി എന്നെ അയച്ച അള്ളാഹുവാണ് സത്യം, അവരുടെ സദക്ക അള്ളാഹു സ്വീകരിക്കുകയില്ല. വീണ്ടും പറയുന്നു, വല്ലദീ ബഅസനി ബിൽ ഹഖി എന്ന് പറഞ്ഞ പ്രവാചകൻ വല്ലദീ നഫ്സി ബിയദിഹി, എന്നെ ആരാണോ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആ അള്ളാഹുവിനാണ് സത്യം. അള്ളാഹു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നോട്ടം അവർക്ക് നേരെ നോക്കുകയില്ല. അവരെ സ്നേഹത്തോടുകൂടി നോക്കൂല. ആരെ നോക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞത്? വാരിക്കോരി ധർമ്മം ചെയ്ത ആൾക്കാരെ നോക്കൂല. നാട്ടിലെ പൊതുജനങ്ങൾക്കിടയിൽ ധർമ്മം വിതരണം ചെയ്ത ആളെ നോക്കുകയില്ല അള്ളാഹു. എന്തുകൊണ്ട് നോക്കിയില്ല? അവന്റെ കൊച്ചുമ്മ, അവന്റെ മൂത്തമ്മ, അമ്മമാരും അമ്മായിമാരും ഒക്കെ അവിടെ പട്ടിണി കിടക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് അറിയാത്തവനാണ് അവൻ. അതാ കൊടുക്കുന്നു, തന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ള ആൾക്കാർക്ക്, ഫക്കീർ മിസ്കീമാർക്ക് വാരിക്കോരി കൊടുക്കുന്നു അയാൾ. അതാ മാലോകര് പറയുന്നു, അദ്ദേഹം എത്ര വലിയ ധർമ്മിഷ്ഠൻ. നല്ല ധർമ്മിഷ്ഠനാണല്ലോ ആ മുതലാളി, അങ്ങനെ തന്നെ പറയട്ടെ. ആ മുതലാളിയുടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ആളെ കണ്ടില്ലേ? റമദാൻ മാസത്തിലെ 27-ാം രാവിന് അവിടെ തടിച്ചുകൂടിയ മനുഷ്യരെ കണ്ടില്ലേ? അവർക്കൊക്കെ അദ്ദേഹം ധർമ്മം ചെയ്യുകയാണ്. ആ ധർമ്മം ചെയ്യുന്ന മനുഷ്യന്റെ ജ്യേഷ്ഠാനുജന്മാരുടെ വീടുകളിൽ പട്ടിണിയാണ്. അവന്റെ മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാരുടെ വീടുകളിൽ പട്ടിണിയാണ്. മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാർ അവന്റെ ആരാണ്? അവന്റെ എളാപ്പയാണ്, മൂത്താപ്പയാണ്. അതേപോലെ തന്നെ അവന്റെ ഇളയമയാണ്, മൂത്തമ്മയാണ്, അവന്റെ അമ്മായിയാണ്, അമ്മമാരാണ്. അവരുടെ വീടുകളിൽ ഇല്ല, വെക്കാനില്ല, കിടക്കാനില്ല, ഉറങ്ങാനില്ല. ചോർന്നൊലിക്കുമ്പോൾ മഴത്തുള്ളികൾ തട്ടാതെ കിടക്കാനൊരു സൗകര്യമില്ല. അതാ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നു ആർക്കൊക്കെ. അവിടെ ഒരാളുടെ വീടുണ്ടായി കൊടുത്തിരിക്കുന്നു, ഇവിടെ വേറൊരാൾക്ക് വേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു. അവന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ ഇല്ല, അവനറിയില്ല. ഈ അവസ്ഥയിൽ ചെയ്യുന്ന ധർമ്മം, ആ ധർമ്മം കൊണ്ട് അദ്ദേഹം എന്ത് നേടി? അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം അതില്ല, സ്നേഹത്തിന്റെ നോട്ടം അവനിലേക്കില്ല. എന്തേ അവൻ ചെയ്ത തെറ്റ്? അവന്റെ ധനം തന്നെയല്ലേ കൊടുത്തത്? ആയിരങ്ങളും ചിലപ്പോൾ ലക്ഷങ്ങളും ഒക്കെ കൊടുത്തല്ലോ അവൻ. ആ കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു പറയുന്നു അതല്ല സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിന് അവനോട് സ്നേഹം തന്നെ ഇല്ല. അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിന് സ്നേഹമില്ല. എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചവനാണ് സത്യം,
അള്ളാഹു അവനോട് സ്നേഹം കാണിക്കില്ല. ഇത് ഞാൻ ഇത്ര ഉറപ്പിച്ചു പറയുന്നത് നമുക്കിടയിലെ ജീവിതം നമ്മളൊന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടിയാണ്. ഉള്ളവർ അവരുടെ കുടുംബങ്ങളിലേക്ക് നല്ല നിലയിൽ നോക്കുന്നുവെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എത്ര പെട്ടെന്ന് നടക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വന്തം കുടുംബത്തിൽ ചെന്ന് ചോദിക്കാൻ പോലും പ്രയാസപ്പെടുന്ന ദരിദ്രരുണ്ടാവില്ലേ നമ്മുടെ കൂട്ടത്തിൽ? നമുക്കറിയാമല്ലോ, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മക്കൾ ഗൾഫിലാണ്, അവർ നല്ല സമ്പന്നരാണ്. നിങ്ങൾക്ക് അവരോടൊന്ന് പോയി പറഞ്ഞുകൂടെ നിങ്ങളുടെ ഈ പ്രയാസമെന്ന് പറഞ്ഞാൽ അത് വേണ്ട കേട്ടോ, അവരോട് പറയണ്ട. അവരോട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട. എന്റെ ജ്യേഷ്ഠന്റെ മക്കളും അവന്റെ മക്കളും അവരുമൊക്കെ ഒരേപോലെ തന്നെ ഒരവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു. അതിനിടയിൽ മഹാഭാഗ്യത്തിൽ ജ്യേഷ്ഠന്റെ മക്കൾക്ക് വിദേശത്ത് പോകാൻ കഴിഞ്ഞു. നല്ല ജോലി കിട്ടി, നല്ല സമ്പന്നരായി. ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ വലിയ വലിയ രമ്യഹർമ്മങ്ങൾ, കൊട്ടാരങ്ങൾ എന്ന് പറയാൻ നമുക്ക് അതൊക്കെ നിർമ്മിച്ചു. അവന്റെ ഉപ്പയുടെ നേരെ അനുജൻ ഇപ്പോൾ അവരുടെ അവർ വീടുണ്ടാക്കിയതിന്റെ ഏതോ ഒരു ഭാഗത്ത് ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്നു. ആ കുടിലിൽ താമസിക്കുന്നവന്റെ പിഞ്ചോമന മകളെ കല്യാണം കഴിക്കുവാൻ മാലോകരോട് കൈനീട്ടുന്നു. അവരുടെ മുമ്പിൽ ചെന്നിട്ട് എന്റെ മകളെ കല്യാണമാണ്, ഇത്രാം തീയതി നിങ്ങൾ വരണമെന്നല്ല അദ്ദേഹം വിളിക്കുന്നത്, നിങ്ങൾ കൊണ്ടുവരണമെന്നാണ്. പക്ഷെ കല്യാണ ക്ഷണത്തിൽ അങ്ങനെ കൊണ്ടുവരണമെന്ന് പറയില്ലല്ലോ, നിങ്ങൾ കുടുംബത്തെ കൊണ്ടുവരണം എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്റെ മകൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. നിങ്ങളുടെ ഈ പാവപ്പെട്ട മകളെ കെട്ടിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നിങ്ങളുടെ ജ്യേഷ്ഠന്റെ കോടീശ്വരന്മാരായ മക്കളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട. എന്തുകൊണ്ട് ഈ എളാപ്പായുടെ ഈ കൊച്ചാപ്പായുടെ മനസ്സിത്രമാത്രം അകന്നുപോയി? അവരോട് തോളൊപ്പമായിരുന്നു പണ്ട്, പിന്നെ തോളുയർന്നു പോയി. തോളുയർന്നു പോയപ്പോൾ ആ ബന്ധമാണ് അവർ അങ്ങോട്ട് കാണിച്ചത്. അതുകൊണ്ട് ഈ എളാപ്പാക്ക് ആ മക്കളോട് ചെന്ന് അവരുടെ പ്രയാസങ്ങൾ പോലും പറയാൻ കഴിയാതെ പോയി. ഒന്ന് മാറി ചിന്തിച്ചു നോക്കൂ. നമ്മൾ മഹാഭാഗ്യത്തിൽ മറ്റു പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിന് സാധിച്ചിട്ടില്ലാത്ത തന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്ക് തന്റെ വലിയ വരുമാനത്തിന്റെ ഒരു പങ്ക് മാറ്റിവെച്ചിരുന്നുവെങ്കിൽ മാലോകരുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് മക്കളെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ വീട് പണി നടത്തുകയോ ചെയ്യേണ്ട ഗതികേടുണ്ടാകുമായിരുന്നോ കുടുംബാംഗങ്ങൾക്ക്? വാതിദൽ ഖുർബ ഹഖഹു, കുടുംബങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നീ നൽകുക. വാതിദൽ ഖുർബ, നിന്റെ കുടുംബങ്ങൾക്ക് നീ നൽകൂ. ഹഖഹു, അവരുടെ അവകാശം. അവരുടെ അവകാശമായിരുന്നല്ലോ അത്. എന്റെ കൈവശം ഉള്ളത് എന്റെയും നാം ഇപ്പോൾ മനസ്സിലാക്കിയ കുടുംബത്തിന്റെയും ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് അതേപോലെ എന്റെ കുടുംബത്തിൽ ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ളതായിരുന്നല്ലോ. ഞാൻ വിതരണം ചെയ്തില്ലല്ലോ. ഞാൻ ആ ബാക്കി വെച്ചത് പിന്നെ എവിടെ വിതരണം ചെയ്തു? നാളെ വരാൻ പോകുന്ന ഇലക്ഷനിൽ എനിക്ക് മത്സരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്ക് വോട്ട് കിട്ടണം. ആ വോട്ട് കിട്ടണമെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഞാൻ വിതരണം ചെയ്യണം. സാന്ദർഭികമായി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ ആളുകൾ എന്റെ പേര് പറയാൻ ആ മഹല്ല് നിവാസികൾ കുടുംബമൊന്നും നോക്കാതെ ഞാൻ കൊടുത്താൽ അവരെന്റെ പേര് പറയും. ഞാൻ അടുത്ത മഹല്ല് കമ്മിറ്റിയിൽ മെമ്പറാവും. ഇവിടെ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും തെക്കോട്ടെ വലിയ പ്രാധാന്യം. തിരുവനന്തപുരം പാളയം പള്ളിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ പറയും, കഴിഞ്ഞതിന്റെ അങ്ങേ പാളയം പള്ളി മഹല്ല് കമ്മിറ്റിയിൽ അംഗമായിരുന്നു അദ്ദേഹം.
കഴിഞ്ഞതിൻ്റെ അങ്ങ് എന്നാൽ അത്ര വലിയ സ്ഥാനമായിട്ടാണ് അത് കണ്ടത്. അങ്ങനെ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകണമെന്ന മനസ്സോടുകൂടി അങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാകാൻ കുടുംബത്തിൽപ്പെട്ടവർക്ക് സഹായിച്ചാൽ കിട്ടുകയില്ല എന്നതിനാൽ കുടുംബങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവരിലേക്ക് വിതരണം ചെയ്യുന്ന, അങ്ങനെ പേരും പ്രൗഢിയും നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ദാനധർമ്മം പടച്ചവൻ സ്വീകരിക്കുകയില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരുപക്ഷേ നമുക്ക് തോന്നാം കുടുംബത്തിൽപ്പെടാത്തവർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണോ? അല്ല, കുടുംബത്തിൽപ്പെടാത്തവർക്കും കൊടുക്കാം. ചിലപ്പോഴൊക്കെ കുടുംബത്തിൽപ്പെടാത്തവർക്ക് കൊടുക്കൽ വളരെ അനിവാര്യമായി തീരുകയും ചെയ്യും. അത് കൊടുക്കരുത് എന്നല്ല, താൻ കൊടുക്കുമ്പോഴും താൻ നൽകുമ്പോഴും തന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ സഹോദരിയുടെ അല്ലെങ്കിൽ ജ്യേഷ്ഠനുജന്മാരുടെ അവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന കൊഴുതിയാണ് പടച്ച തമ്പുരാൻ സ്വീകരിക്കുക. പരിശുദ്ധ ഖുർആനിൽ പുണ്യം വിവരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, വാതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ. ധനം ആവശ്യമുള്ളപ്പോൾ തന്നെ ബന്ധുക്കൾക്ക് നൽകുന്നു, കുടുംബങ്ങൾക്ക് നൽകുന്നു. മിസ്കീൻ ഇബ്നു സബീലൊക്കെ അതിന് ശേഷമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് പോകേണ്ടത്. എനിക്ക് വേണം ധനം, എനിക്ക് ധനം വേണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആ ധനം എനിക്ക് ആവശ്യമുള്ളപ്പോൾ പോലും എന്റെ കുടുംബങ്ങൾക്ക് വിട്ടുകൊടുക്കുവാൻ വിശാലത കാണിക്കുന്നു. വാതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ. അത് വിട്ടുകൊടുക്കാനുള്ള മനസ്സ് അയാളിൽ വളർന്നു വന്നിരിക്കുന്നു. ഇനി നമ്മൾ സാധാരണഗതിയിൽ ആലോചിച്ച് നോക്കൂ. ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിൽപ്പെട്ടവരെ ഈ രീതിയിൽ സഹായിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേട് നമ്മുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുമോ? അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേടില്ലാത്ത വിധം നമ്മുടെ കുടുംബത്തിലെ പാവങ്ങളെ സംരക്ഷിക്കുന്ന, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സ്വഭാവം നമ്മുടെ കൂട്ടത്തിലെ സമ്പന്ന വിഭാഗം ഏറ്റെടുത്താൽ എത്ര പ്രയാസമില്ലാതെ, ഒട്ടും പ്രയാസമില്ലാതെ നമുക്ക് ദാരിദ്ര്യമില്ലാതാക്കിക്കൂടെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ഇസ്ലാമിന്റെ വലിയൊരു കാര്യമല്ലേ? ദരിദ്രരില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുക. നമ്മളത് വലിയ സന്തോഷത്തോടുകൂടി പറയാറുണ്ടല്ലോ. ഖിലാഫത്തുർ റാഷിദയിലും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലുമൊക്കെ ദാരിദ്ര്യമില്ലാത്ത ഒരു ലോകം. രണ്ട് കാരണങ്ങൾ അതിന് വേണം. ഒന്ന്, ആവശ്യമുള്ള ഒരാള് അയാൾ മാത്രമേ വാങ്ങുകയുള്ളൂ. മറ്റൊന്ന്, ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് വിട്ടുകൊടുക്കാനുള്ള മനസ്സ്. എനിക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ വാങ്ങുകയില്ല, അതേപോലെ എന്റെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് ആവശ്യക്കാരന് വിട്ടുകൊടുക്കേണ്ടതാണ്. ഈ രണ്ട് മനസ്സ് മനുഷ്യ സമൂഹത്തിൽ വളർത്തിയെടുത്തപ്പോൾ ദാരിദ്ര്യമില്ലാതായി. നിങ്ങൾക്ക് വേണോ സക്കാത്ത്? ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ രാജ്യനിവാസികളിലെ സമ്പന്നരിൽ നിന്ന് വാങ്ങിയ സക്കാത്തിന്റെ സമ്പത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് വേണോ? സക്കാത്ത് ശേഖരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര്, അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് വിളിച്ചു ചോദിച്ചു ആഫ്രിക്കൻ മേഖലയിൽ. ഞങ്ങൾക്ക് വേണ്ടാന്ന് ആളുകൾ പറഞ്ഞു. കാരണം അവർക്ക് ആവശ്യം വരുന്നില്ല. നമ്മളോട് വിളിച്ചു ചോദിച്ചാലോ? സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് തട്ടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം കൃത്രിമ രേഖകളാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് നമ്മുടെ തന്നെ സക്കാത്ത് ശേഖരിച്ചു എന്ന് സങ്കല്പിക്കാം.
നമ്മളിൽ നിന്ന് ഇപ്പോൾ വാങ്ങുന്ന നികുതി പോലെ തന്നെ. എന്നിട്ടത് വിതരണം ചെയ്യണം. ഞങ്ങൾ മലപ്പുറത്തുനിന്ന് ശേഖരിച്ച നിങ്ങളുടെ സക്കാത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ മലപ്പുറം നിവാസികളായ ഓരോരുത്തർക്കും 5000 രൂപ വീതം ഞങ്ങൾ തരാം എന്നാണ് വിളംബരം. എല്ലാവരും പോകില്ല, ചില ആൾക്കാരൊക്കെ പോകും. നിങ്ങളുടെ സക്കാത്ത് ഞങ്ങൾ ശേഖരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കൈവശം സക്കാത്തിന്റെ സമ്പത്തുണ്ട്. മലപ്പുറം നിവാസികൾക്കൊക്കെ ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വരെ വീതം തരാം എന്ന് പറഞ്ഞാൽ എല്ലാ കേട്ടിയും പോകും, നമുക്ക് പോവും. കാരണം സംഖ്യയുടെ കുറവും കൂടുതലാണ് അവിടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും ഒരു ആനുകൂല്യം ഗവൺമെന്റിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടാൽ വരുമാനം കാണിക്കുന്ന ആൾക്കാർ എത്ര വരുമാനമുള്ളവരൊക്കെ കാണിക്കലെങ്ങനെയെന്നറിയും. അത് ഇത്ര 600 രൂപ വരുമാനം, 1200 കയറി വന്നാൽ 15000, ഒരു മാസത്തിൽ 1000 ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ആനുകൂല്യമുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാൻ. ഇതല്ലേ നമ്മുടെ മനസ്സ്? ആവശ്യക്കാരന് കൊടുക്കാതെ ആവശ്യമില്ലാത്തവൻ നേടിയെടുക്കുവാൻ കൃത്രിമമായ രേഖകൾ ഉണ്ടാക്കുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇടയിൽ എങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കും? 1500 കൊല്ലം മുമ്പ് പട്ടിണി പാവങ്ങൾ ഇന്നും ജീവിക്കുന്ന ആഫ്രിക്കൻ മേഖലയിലെ സക്കാത്ത് ശേഖരിച്ച് വിതരണം നടത്തുന്ന ആ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് സക്കാത്ത് വേണോ എന്ന് ചോദിച്ചിട്ട് ആ മേഖലയിലുള്ള ആൾക്കാർ പറയുന്നു, ഞങ്ങൾക്ക് ആവശ്യമില്ല. ഖലീഫയോട് ചോദിക്കാൻ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അവരിൽ നിന്ന് ശേഖരിച്ചത് അവരിൽ വിതരണം ചെയ്യണമെന്നല്ലേ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ആളില്ലാതെ വാങ്ങാൻ. സക്കാത്തിന്റെ 8 അവകാശികൾ, ആ 8 അവകാശികളും അവിടെ ഇല്ല എന്നല്ല പറഞ്ഞത്, ഇവിടെ ഫക്കീർ മിസ്കീന്മാരില്ല. അപ്പോഴദ്ദേഹം പറഞ്ഞു, എന്നാ നിങ്ങളുടെ കൈവശമുള്ള സക്കാത്തിന്റെ ധനം അത് ഉപയോഗപ്പെടുത്തി അടിമകളെ വാങ്ങി മോചിപ്പിച്ചേക്ക്. അടിമകളുണ്ടല്ലോ അവിടെ, ആ അടിമകളെ വാങ്ങിയിട്ട് അവരെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി വിട്ടേക്കും. അവരെന്റെ അവകാശികളാണ്. 8 അവകാശത്തിൽ ഒരു അവകാശം അവർക്കുള്ളതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത് ഫഖർ, ദാരിദ്ര്യമില്ലാതാക്കാനാണ്. ആ മേഖലയിൽ ദാരിദ്ര്യമില്ല എന്ന് ഉറപ്പുവരുത്തിയത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ബോധം വളർത്തിയെടുത്തുകൊണ്ടും ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് ആവശ്യക്കാരന് വിട്ടുകൊടുക്കേണ്ടതാണ് എന്ന ബോധം വളർത്തിയെടുത്തതുകൊണ്ടുമാണ്. ഈ രീതിയിൽ നമ്മുടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടണത്തിൽ ആ പട്ടണ നിവാസികളായ ആളുകൾ, ആ ഗ്രാമനിവാസികളായ ആളുകൾ അവരുടെ കുടുംബത്തെ ഇതേപോലെ കണ്ടാൽ ആ പ്രദേശത്ത് ദാരിദ്ര്യം വളരെ കുറവായിരിക്കുമല്ലോ. സഹായിക്കുവാൻ ആളില്ലാത്ത കുടുംബങ്ങൾ ഇല്ലാത്തവർക്കല്ലേ പിന്നെ പ്രയാസം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇത് വെച്ച് കണക്ക് കൂട്ടാം. ഇസ്ലാം അങ്ങനെയാണല്ലോ വന്നത്. എന്നിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാണല്ലോ ഇസ്ലാം. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരേണ്ടതാണ് ഇസ്ലാം. എന്നിൽ നിന്ന് ആ ഇസ്ലാം എന്നിൽ നിന്നാണ് ഒലിച്ചിറങ്ങേണ്ടത്. ഇസ്ലാം നിങ്ങളിലേക്ക് അത് പറഞ്ഞു തരുന്ന എന്നിൽ നിന്ന് ഒലിച്ചിറങ്ങണം, ഒഴുകിയിറങ്ങണം. നിങ്ങളിൽ നിന്ന് ഇസ്ലാം നിങ്ങളിൽ നിന്ന് നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തണം. ഇത് പറയുന്ന ഒരുത്തനായി ഞാൻ മാറിയാൽ എനിക്ക് പറയാൻ മാത്രമേ കഴിയൂ, ഇസ്ലാം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആ കേട്ടത് നടപ്പിലാക്കുവാൻ സന്നദ്ധരല്ലെങ്കിൽ നിങ്ങൾക്കത് കേൾക്കുന്നവരായി മാറാനേ കഴിയൂ, ഇസ്ലാമിനെ ഉണ്ടാക്കാൻ കഴിയില്ല. എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒലിച്ചു ഒഴുകി എത്തുന്ന ഒരു ഇസ്ലാമിനെയാണ് അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ നിയമസംഹിതയും പ്രവാചകന്മാരുടെ മാതൃകയുമാണ് ഇസ്ലാമിന്റെ സുപ്രധാനമായ അടിത്തറ എന്ന് നമ്മൾ പഠിക്കേണ്ടി വന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടി വന്നതും. അള്ളാഹുവിന്റെ നിയമം അതാണ് കിതാബുല്ലാ. അത് കഴിഞ്ഞാൽ സുന്നത്തുൽ അംബിയാ,
പ്രവാചകന്മാരുടെ മാതൃക. അവരെന്താണോ ജനങ്ങളോട് പറഞ്ഞത് അത് അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണോ ജനങ്ങളെ കേൾപ്പിച്ചത് ആ കേൾപ്പിച്ചത് അവർ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ കേൾപ്പിച്ചു. അവർക്ക് അള്ളാഹുവിന്റെ ഇസ്ലാമിനെ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്ക് ഒരു നല്ല ശബ്ദം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ. അള്ളാഹുവിന്റെ ദീനുണ്ടാവുകയില്ല. അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് തുടങ്ങുക. കുടുംബത്തിനെ സഹായിച്ചുകൊണ്ട് നമുക്ക് തുടക്കം കുറിക്കാം. അങ്ങനെ ആ കുടുംബത്തിലൂടെ ഒരു നല്ല ഗ്രാമം, ഒരു നല്ല പട്ടണം, ഒരു നല്ല നാട്, ഒരു വലിയ രാജ്യം, ഒരു വലിയ ലോകം. അവിടെ ഇസ്ലാമിന്റെ സുന്ദരമായ പുഷ്പങ്ങൾ, പൂക്കൾ, അതിന്റെ ഫലങ്ങൾ നമുക്ക് പറിച്ചെടുക്കുവാനും ആസ്വദിക്കുവാനും കഴിയും. അള്ളാഹു അതിനായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം കൂടി കേൾപ്പിച്ചുകൊണ്ട് ഖുതുബ അവസാനിക്കും. സൈനബ് റളിയല്ലാഹു അൻഹ നബിയുടെ സഹാബാക്കളിൽ ഒരു സഹാബിയത്താണ്. സൈനബ് സഖീഫ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അവർക്ക് അല്പം സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു. നബിയുടെ സദസ്സിൽ നബിയുടെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കെ നബി പറഞ്ഞു, നിങ്ങൾ സഹോദരിമാരെ നിങ്ങളുടെ ആഭരണം നൽകിക്കൊണ്ടെങ്കിലും നിങ്ങൾ ധർമ്മം ചെയ്യണമെന്ന്. ആഭരണം ഉണ്ടായിരുന്നു അവർക്ക്. അവർ തീരുമാനിച്ചു ആഭരണങ്ങളിലൊന്ന് നബി പറഞ്ഞതനുസരിച്ച് ധർമ്മം ചെയ്യാമെന്ന്. അത് ഏറ്റവും വലിയ ആവശ്യക്കാരന് കൊടുക്കണമല്ലോ എന്ന് കരുതി. ഏറ്റവും പാവപ്പെട്ട ഒരാവശ്യക്കാരനാണ് ഭർത്താവ്. ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ നബി പറഞ്ഞു, ഞാനിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കണം, നിങ്ങൾക്ക് തന്നാൽ മതിയാകുമോ? അദ്ദേഹം ഇബ്നു മസ്ഊദ് പറഞ്ഞു, നീ തന്നെ ചോദിക്കുന്ന നല്ലത്. ഞാൻ എനിക്ക് എന്നാ പറ്റുമെന്ന് ചോദിക്കുന്നതിൽ എനിക്കൊരു സങ്കോചം. നീ തന്നെ ചെന്ന് ചോദിക്കുന്ന നബിനോട്. പോയി നബിന്റെ അടുത്ത് ചെന്നിങ്ങനെ വാതിൽക്കൽ നിൽക്കുമ്പോൾ വേറൊരു പെണ്ണോട്. രണ്ടാളുടെ ആവശ്യം ഒന്നാ. നബിന്റെ ഈ പ്രസംഗം കേട്ടതാണല്ലോ രണ്ടാളും. പലരും ആ കൂട്ടത്തിലെ രണ്ടാളും ധർമ്മം ചെയ്യണം എന്നുള്ള നിലക്ക് വന്നതാണ്. അതെന്നെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും ആവശ്യക്കാര് അവിടെ ഉണ്ട്. അവരുടെ ആവശ്യം തന്നെ. നബിനോട് ചെന്ന് ചോദിക്കാൻ ഇവർക്ക് പേടി. കാണുമ്പോൾ നബിക്കൊരു ഹൈബത്തുണ്ടായിരുന്നല്ലോ, ഗാംഭീര്യം. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങനെ വരുന്നുണ്ട് നബിന്റെ അടുത്ത്. ബിലാലിനോട് പറഞ്ഞു, ഒന്ന് ചോദിക്കും, ഇങ്ങനെ സംഗതിയാണ്. അത് ഏറ്റവും ഫക്കീർ എന്റെ ഭർത്താവാണ്, ഭർത്താവിന് കൊടുത്താൽ പറ്റുമെന്ന് ചോദിക്കണം. അതിന് നബിനോട് ചോദിച്ചിട്ട് വാ. അങ്ങനെ ചെന്ന് നബിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങളുണ്ട് അപ്പുറത്ത്. ഏത് പെണ്ണുങ്ങളെ? ഒരു സ്ത്രീയുണ്ട്, അൻസാരിയാണ്. പിന്നെ നമ്മളെ സൈനബുണ്ട്. നബി ചോദിച്ചു, ഏത് സൈനബ്? അത് ഇന്ന സൈനബ് എന്ന് പറഞ്ഞു. അവൻ അവരോട് പറ, അത് ധർമ്മത്തിന്റെ കൂലിയും പ്രതിഫലവുമുണ്ട്, ചാർച്ചയെ ചേർക്കുക എന്ന പ്രതിഫലവുമുണ്ട്, കുടുംബബന്ധം സ്ഥാപിക്കുക എന്ന പ്രതിഫലവും. രണ്ട് പ്രതിഫലവും അവർക്ക് രണ്ടാൾക്കുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. ഇതാരാണിത് വാങ്ങിയതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭർത്താവ്. സാമ്പത്തിക സുസ്ഥിതി ഭാര്യക്കാണ്. ഭാര്യയാണ് ധർമ്മം ചെയ്യുന്നത്. ഭർത്താവിനേക്കാൾ ഒരു വലിയ ഫക്കീറിനെ അവർക്ക് അവിടെ കാണാൻ പറ്റില്ല. ഭർത്താവാണെങ്കിലോ സ്വന്തം ഭർത്താവാണല്ലോ, കൊടുത്താൽ വിടുവോ, പറ്റുമോ? നബിനോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അതിന് രണ്ട് പ്രതിഫലമുണ്ട്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്ക് കൊടുത്താൽ ധർമ്മം ചെയ്ത പ്രതിഫലവുമുണ്ട്, കുടുംബബന്ധം സ്ഥാപിച്ചു എന്ന പ്രതിഫലവുമുണ്ട്. ആ മനസ്സാണ് നമ്മൾ വായിക്കേണ്ടത്. ഒരു ഭാര്യയുടെ മനസ്സ്, കൊടുക്കാനുള്ള അവരുടെ മനസ്സ് ആവശ്യം കഴിച്ച് മിച്ചമുള്ളതാണല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശം കേട്ടപ്പോൾ അവർക്ക് കൊടുക്കണം തോന്നി. അവരുടെ സ്വന്തം ആഭരണം അത് അവരയച്ചു വെച്ചിട്ട് ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ആർക്കാ കൊടുക്കേണ്ടത്? ഭർത്താവ് ഇത്ര വലിയ ദരിദ്രനാണ്, മക്കളുണ്ട് അവിടെ വീട്ടിൽ. ഭർത്താവിന്റെ മക്കളാണ് ചെലവ് കൊടുക്കേണ്ടത്, ഭർത്താവാണ്, ഞാനല്ല. എന്റെയും മക്കളാണ്.
ഇത് ഞാൻ കൊടുക്കണം, ആർക്ക് കൊടുക്കണം? ഭർത്താവിന് കൊടുത്താൽ വീടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. നബി വീടുമെന്ന് മാത്രമല്ല 2 പ്രതിഫലം എന്ന് പറയും. നമ്മൾ മനസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ടല്ലോ. നമ്മുടെ ഉറ്റവരും ഉടയവരുമില്ലേ? ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ലേ? ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് ദൂർത്തടിക്കാൻ ചെലവഴിക്കുന്നവരില്ലേ? നമ്മൾ ഉള്ളതിന്റെ മുകളിൽ പിന്നെയും ഉണ്ടാക്കി കൊട്ടാര സമാനമായ വീടുണ്ടെങ്കിലും അത് പിന്നെയും പൊളിച്ചിട്ട് അതിന്റെ അപ്പുറം വേറൊന്നും കൂടി കുറച്ചുകൂടി സൗകര്യം ചെയ്യാൻ എന്താ വഴി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, വരുമാനത്തിന്റെ ആധിക്യം കൊണ്ട് ചെലവാക്കാൻ എന്താണ് വഴി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? അവരുടെ അപ്പുറവും ഇപ്പുറമൊക്കെ അവരുടെ കുടുംബത്തിൽപ്പെട്ട് ഒരുപാട് പട്ടിണിപ്പാവങ്ങളുമില്ലേ? അവരുടെ പട്ടിണിപ്പാവങ്ങളുടെ പട്ടിണി തീർക്കൽ മാത്രം അതെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ, വിശപ്പ്, ദാഹം, അതുപോലെ അടിസ്ഥാന ആവശ്യങ്ങൾ അത് നിർവഹിക്കാൻ കഴിയാതെ മാലോകരുടെ മുമ്പിൽ പോയി അവർക്ക് കൈനീട്ടേണ്ടി വരുമായിരുന്നോ? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ പഠിപ്പിച്ചപ്പോൾ ആ അനുയായികളിൽ ഉണ്ടായ മാനസികമായ മാറ്റം സാധാരണ അനുയായികളല്ല, സ്ത്രീകളായ സഹാബിയാത്തിന്റെ മനസ്സിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തുമാത്രം സ്വാധീനിച്ചു. എന്നിട്ട് അവരെങ്ങനെ അത് കൈകാര്യം ചെയ്തു? നല്ല നല്ല ബുദ്ധിയും വിവരവുമുള്ള നമ്മുടെ മനസ്സുകളിലൂടെ ഇസ്ലാമിന്റെ ഈ വലിയ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ വലിയ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തുകൊണ്ട് കടന്നു പോകുന്നില്ല? അതല്ലല്ലോ നമ്മുടെ ദീനീ വിഷയങ്ങൾ. നമ്മുടെ ദീനീ വിഷയങ്ങൾ സലാത്തും ദിക്റും, അതുപോലെ സലാത്ത് ചെയ്താലും ദിക്ർ ചെല്ലണ്ടെന്നല്ല, അതിനൊക്കെയുള്ള ആഹ്വാനങ്ങളല്ലേ? അതൊക്കെ സലാത്ത് നഗർ, അതുപോലെ തന്നെ സലാത്ത് ഇപ്പോ എല്ലാ പള്ളികളിലും പ്രഭാഷണം മാത്രമല്ല, ദിക്ർ ദുആ സദസ്സ്, അതിന്റെ പോലീസയും അതിന്റെ മഹത്വവും പറയണം. പക്ഷേ ഇങ്ങനെ പട്ടിണിപ്പാവങ്ങൾക്ക് ഇളയമാന്റെയും മൂത്തമ്മാന്റെയും മെളാപ്പാന്റെയും മൂത്താപ്പാന്റെയും മക്കള് പട്ടിണി കിടക്കുമ്പോൾ അറ്റങ്ങളെ പട്ടിണി നോക്കണം എന്നും മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദിക്ർ ചെല്ലണം, ദുആ ഇറക്കണം എന്ന് പറഞ്ഞ അതേ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും ഒന്നങ്ങോട്ട് പറഞ്ഞു കൊടുത്തൂടെ? സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തേ നമ്മളിങ്ങനെ തരം താഴ്ന്നു പോയി? എന്തേ നമുക്ക് ഇസ്ലാമിനെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി? അല്ലാഹു അവന്റെ ദീനിനെ മനസ്സിലാക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ارض عن الخلفاء الراشدين المهديين وبقية الصحابة والصحابيات رسول الله صلى الله عليه وسلم رضوان الله تعالى عنهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله